ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാന്തര സുവിശേഷകന്മാർ വളരെ പ്രാധാന്യത്തോടെ വിവരിക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ രൂപാന്തരീകരണം. ഈശോയുടെ കുരിശുമരണത്തിന് കുറച്ച് നാൾ മുമ്പ് ഈശോയുടെ പ്രിയ ശിഷ്യരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മൂവരെയും കൂട്ടിക്കൊണ്ട് താബോർ മലയുടെ നെറുകയിലേക്ക് അങ്ങ് പോവുകയാണ്. മലമുകളിലെത്തിയപ്പോൾ ഈശോയുടെ മുഖം സൂര്യസമാനം പ്രകാശിച്ചു. വസ്ത്രങ്ങളൊക്കെ മഞ്ഞുപോലെ വെണ്മയുള്ളതായി മാറി. മൂശയും ഏലിയായുമായി ഈശോ സംഭാഷണം നടത്തുന്നതായി പ്രിയ ശിഷ്യന്മാർ കാണുകയാണ്. പത്രോസ് അങ്ങോട്ട് ആഹ്ലാദഭരിതനായി. സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമല്ലേ, സ്വർഗത്തിലായിരിക്കുന്നത് എത്ര സന്തോഷകരമാണ്. സ്വർഗം അവരെ ഒത്തിരിയേറെ ആഹ്ലാദഭരിതരാക്കി. പത്രോസ് ഈശോയോട് പറയുകയാണ്, നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന്, നമുക്കിവിടെ ഒരു കൂടാരമൊക്കെ കെട്ടി അങ്ങനെ താമസിക്കാമെന്നേ. മോശയും ഏലിയായുമൊക്കെ സംസാരിച്ചത് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചാണെന്നാണ് പണ്ഡിത മതം. ഏതായാലും മേഘങ്ങളിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമുക്ക് കാതോർക്കാം. സ്വർഗത്തിൽ നിന്നൊരു സ്വരം നമ്മെ തേടി എത്തട്ടെ. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആമേൻ.